Welcome to Classical Mechanics class. Class number 27. Class number 27. Action angle variables. ഒരു എന്നോട് കിടപ്പുണ്ടായി, എൻ്റെ ആവശ്യമില്ല. ക്ലാസ് നമ്പർ 27 ആക്ഷൻ ആംഗിൾ വേരിയബിൾസ്. ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് ഓർ ആംഗിൾ ആക്ഷൻ വേരിയബിൾസ്. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് ആണ്. ക്ലാസ് നമ്പർ 27 ആണ്. CM 27 ഒരു എൻ കയറി വന്നതാണ്. ക്ലാസ് നമ്പർ 27 ആക്ഷൻ ആംഗിൾ വേരിയബിൾസ്. ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും പറയുന്നൊരു കാര്യമാണ് ആക്ഷൻ ഇൻ്റഗ്രൽ. എന്താണ് ആക്ഷൻ? അതുപോലെ ആംഗിൾ തീറ്റ അല്ലെങ്കിൽ ഫൈ. അപ്പോൾ ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് എന്താണെന്നാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. Action angle variables in classical mechanics. Action angle variables are a powerful set of canonical coordinates used in classical mechanics, particularly for analyzing integrable Hamiltonian systems. They simplify the description of periodic or quasi-periodic motion by transforming complex phase space trajectories into much simpler linear evolutions. അപ്പോൾ എന്താണ് ആക്ഷൻ ആംഗിൾ വേരിയബിൾസിൻ്റെ പ്രത്യേകത? Action angle variables are a powerful set of canonical coordinates and used in classical mechanics, particularly for analyzing integrable Hamiltonian systems. ഇപ്പോൾ ഹാമിൽട്ടോണിയൻ സിസ്റ്റംസ് നമ്മൾ സോൾവ് ചെയ്യുന്നതിന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വേരിയബിൾസ് ആണ് ആക്ഷൻ ആംഗിൾ വേരിയബിൾസ്. സെറ്റ് ഓഫ് കാനോനിക്കൽ വേരിയബിൾസ് ആണ്, കോർഡിനേറ്റ്സ് ആണ്. They simplify the description of periodic or quasi-periodic motion. അപ്പോൾ പീരിയോഡിക്കോ അല്ലെങ്കിൽ കോസി പീരിയോഡിക്കോ ആയിട്ടുള്ള മോഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതെങ്ങനെ? ബൈ ട്രാൻസ്ഫോമിങ് കംപ്ലീറ്റ് സ്പേസ് ട്രജക്ടറീസ് ഇൻ ടു സിംപ്ലർ ലീനിയർ എവല്യൂഷൻസ്. അപ്പോൾ സ്പേസ് ട്രജക്ടറിയെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിംപ്ലർ ലീനിയർ എവല്യൂഷൻസ് ആക്കി ഇത് മാറ്റും. അപ്പോൾ അതിനൊരു ആമുഖമായിട്ട് നമുക്ക് പറയാം, ഇൻ മെനി ഫിസിക്കൽ സിസ്റ്റംസ് എസ്പെഷ്യലി those with a bound motion like particles oscillating in a potential well or planet orbiting a star, the motion is periodic or quasi-periodic. Describing this motion in standard canonical coordinates QP can be complicated. Action angle variables provide a canonical transformation to a new set of coordinates J theta where അതായത് നമ്മൾ ഈ ഓൾഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ക്യൂവും പിയും വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പ്രയാസമാണ്. പ്രോബ്ലം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട് പാർട്ടിക്കിൾ ഓസിലേറ്റിങ്ങിന് പൊട്ടൻഷ്യൽ വെൽ അല്ലെങ്കിൽ ഒരു പ്ലാനറ്റ് ഓർബിറ്റിംഗ് സ്റ്റാർ. ഇവയൊക്കെ നമ്മൾ ഈ ക്യൂവും പിയും വെച്ച് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രയാസമാണ്. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഈ ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് നമ്മൾ ജെയും തീറ്റയും എന്നാണ് പറയുന്നത്. ജെ വിളിക്കുന്ന പേരാണ് ആക്ഷൻ വേരിയബിൾ, തീറ്റയെ വിളിക്കുന്ന പേരാണ് ആംഗിൾ വേരിയബിൾ. ആക്ഷൻ വേരിയബിൾസ് എന്ന് പറയാൻ കാര്യം JI ആണ്. അപ്പോൾ അത് J1 J2 J3 എന്ന് വരുന്നത് കൊണ്ടാണ് JI എന്ന് പറയുന്നത്, വേരിയബിൾസ് എന്ന് പറയുന്നത്. ദ ആക്ഷൻ വേരിയബിൾസ് ആർ കോൺസ്റ്റൻസ് ഓഫ് മോഷൻ. ആംഗിൾ വേരിയബിൾസ് തീറ്റ അത് JI. തീറ്റ ഇവോൾവ് ലീനിയർലി വിത്ത് ടൈം. ദി സിംപ്ലിഫിക്കേഷൻ makes it much easier to understand the fundamental frequencies of the system and analyze a long-term behavior. The action variables JI, variables, you remember, variables JI ആയതുകൊണ്ടാണ്, are constants of motion. Angle variables theta I evolve linearly with time. This simplification makes it much easier to understand the fundamental frequencies on the system and analyze its long-term behavior. അപ്പോൾ സിസ്റ്റത്തിലെ ആ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഈ ആക്ഷൻ വേരിയബിൾസും അതുപോലെ ആംഗിൾ വേരിയബിൾസും പ്രയോജനപ്പെടും. ഡെഫിനേഷൻ ഓഫ് ആക്ഷൻ വേരിയബിൾ JI. നമ്മൾ ഈ ആക്ഷൻ ഇൻ്റഗ്രൽ ക്വാണ്ടം മെക്കാനിക്സിൽ ആക്ഷൻ ഇൻ്റഗ്രൽ പറയുന്നത് പോലെയാണ് ആക്ഷൻ വേരിയബിൾസ് ഇവിടെ പറയുന്നത്. For each degree of freedom, the action variable J or JI is defined as, ഈ ആക്ഷൻ വേരിയബിൾസ് എന്നും ആക്ഷൻ വേരിയബിൾ എന്നും മാറ്റി പറയും. Defined as JI is 1/2 pi gross integral PI dQi, where P is a generalized
momentum conjugate to qi, dqi is a differential form of the generalized coordinate qi. The integral is taken over a complete period of motion for the ith coordinate. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് മോഷനാണല്ലോ, കംപ്ലീറ്റ് എവല്യൂഷൻ ഒരു സർക്കുലർ മോഷന് വേണ്ടിയാണ് നമ്മൾ ഇൻറ്റഗ്രേഷൻ എടുക്കുന്നത്. അതുകൊണ്ടാണ് ആ 2π ആംഗിൾ വരുന്നത്. ഇവിടെ പറയുന്നുണ്ട്, with all coordinates and momenta held constant for varying in a way that completes a cycle. ഒരു സൈക്കിൾ ആകുമ്പോൾ നമുക്ക് 0 to 2π വരണം. സൈക്കിൾ ഫോർ ദാറ്റ് സ്പെസിഫിക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഡിഗ്രി ഓഫ് ഫ്രീഡം. This integral represents the area enclosed by the phase-space trajectory in the QP plane for that specific cyclic motion. The factor of 1/2π. അപ്പോൾ ആ ഇൻ്റഗ്രലിനകത്ത് ആക്ച്വലി ഇൻ്റഗ്രലിൽ ഈ 1/2π വരുന്നതിന് കാരണം എന്താണെന്ന് പറയുകയാണ്. The factor of 1/2π is a convention making the angle variable theta I naturally ranges from 0 to 2π. 0 to 2π വേരിയേഷനാണ് ഇൻ്റഗ്രേഷനകത്ത് 1/2π വരുന്നതിന് കാരണം. ഇനി അടുത്തത് ഡെഫിനേഷൻ ഓഫ് ആംഗിൾ വേരിയബിളാണ്. അപ്പോൾ ആക്ഷൻ വേരിയബിൾ നമ്മൾ പറഞ്ഞു. ഇനി ആംഗിൾ വേരിയബിൾസ് പറയുകയാണ്. The angle variables theta I are the canonical conjugates to the action variables ji. They are defined through a canonical transformation from the original cubic coordinates, small cubic coordinates. The generative function for this transformation is typically Hamilton's characteristic function WQJ or S0QE. അതായത് എസ് എന്നാണല്ലോ നമ്മൾ പ്രിൻസിപ്പൽ ഫംഗ്ഷൻ പറയുന്നത്. അത് ക്യാരക്ടറിസ്റ്റിക് ആകുമ്പോൾ നമുക്ക് S0 എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ W എന്ന് പറയും. WQJയുടെ ഒരു ഫംഗ്ഷനാണ് ഫ്രം ദി ഹാമിൽട്ടൺസ് ജാക്കബി ഇക്വേഷൻ, വേർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് J. Specifically, if W, Qi, etc., Qn small, J1, etc., Jn is the generative function of type 2, depending upon all coordinates and new momenta. New momenta J, നമ്മൾ ക്യാപിറ്റൽ പിക്ക് വരുന്ന പകരം പറയുന്നതാണ് J. Then Pi is dou W by dou Qi and theta I dou W by dou Ji. Or dou Ji. ഇനി ട്രാൻസ്ഫോംഡ് ഹാമിൽട്ടോണിയൻ പറയുകയാണ്. K. After canonical transformation to action angle variables, the new Hamiltonian K, J1, J2, etc., Jn depends only on the action variables Ji and not on the angle variables theta I. And K, J1, J, etc., Jn is equal to H Q J theta, small p J theta. അങ്ങനെ വരും കെയുടെ വാല്യൂ. Since K does not depend upon theta I, the angle variables are ignorable. Cyclic coordinate പഠിച്ചതാണ്, അതിൻ്റെ മറ്റൊരു പേരാണ് ignorable coordinate. And their conjugate momenta, the action variables Ji, are conserved. പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ആക്ഷൻ ആംഗിൾ വേരിയബിൾസ്. അപ്പോൾ നമ്മൾ ഇതിനകം ഈ ആക്ഷൻ വേരിയബിൾ എന്താണ്, ആംഗിൾ വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആക്ഷൻ വേരിയബിൾ J എന്ന് പറയും, ആംഗിൾ വേരിയബിൾ തീറ്റ എന്നും പറയും. Ji, തീറ്റ. ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പറയുകയാണ്. പ്രൊസീജിയർ ഫോർ ഫൈൻഡിങ് ആക്ഷൻ ആംഗിൾ വേരിയബിൾസ്. ദ ജനറൽ പ്രൊസീജിയർ ടിപ്പിക്കലി ഇൻവോൾവ്സ്. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഈ രണ്ട് വേരിയബിൾസ് കണ്ടുപിടിക്കാൻ. നമ്പർ 1, solve the Hamilton-Jacobi equation. For a separable system, the Hamilton-Jacobi equation allows you to express, or allows us to express, the momentum Pi as a function of Qi and the constants of motion, that is energy E and other constants alpha I.
H Q comma dou S by dou Q plus dou S by dou T is equal to 0. For a conservative system, SQT, the principal function, Qt is WQ minus ET, W is the characteristic function, leading to the time-independent Hamilton-Jacobi equation. H Q dou W dou Q is equal to E. If separable, W Q E alpha equal to sigma W Q E. The first one is W Q1 etc. Q1 comma E. Alpha 1 alpha 2 etc. is equal to W sigma I W Q E alpha 2 etc. alpha n, and Pi is equal to dou W I by dou Qi. Now calculate the action variables. Substitute the expression for P Qi into the definition of Ji. Ji is equal to 1 by 2 pi closed integral small pi Qi E alpha dqi. These integrals will express Ji as functions of E and other constants alpha I. To invert to find energy is also Hamiltonian in terms of action angle variables. In action angle variables, solve the equations from step 2 to express energy E, which is the new Hamiltonian K, as a function of the action variables. E is equal to K J1 etc. Jn. Calculate the frequencies. At the time, the fundamental frequencies omega I of the motion are given by omega I is equal to dou K by dou Ji. Calculate the angle variables. Angle variables കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? The angle variables theta I can be found by theta is dou W by dou Ji, where WQJ is the generating function obtained by substituting the constants alpha I in WQ alpha I. Alpha I and with their expressions in terms of Ji. Applications and significance. ഇതിൻ്റെ ഉപയോഗവും അതിൻ്റെ മീനിങ്ങും. അണ്ടർസ്റ്റാൻഡിങ് പീരിയോഡിക് മോഷൻ മനസ്സിലാക്കാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് പ്രൊവൈഡ് എ നാച്ചുറൽ സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് ടു ഡിസ്ക്രൈബ് മൾട്ടിപീരിയോഡിക് or quasi-periodic motion, where the motion is a superposition of independent oscillating rotations. The celestial mechanics, സ്റ്റാറിനെ കുറിച്ച് അല്ലെങ്കിൽ ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കാൻ celestial mechanics, historically they were developed in problems in celestial mechanics to describe planetary motion. In quantum mechanics, എല്ലായിടത്തും വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് quantum mechanics. In early quantum mechanics, the Bohr-Sommerfeld condensation rules directly applied to action variables. Ji is equal to NIH, where Ni are integrals. In integrable systems and chaos, അവിടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആക്ഷൻ ആംഗിൾ വേരിയബിൾസ് ആർ എ കോർണർസ്റ്റോൺ, ഒരു മൂലക്കല്ല്, കോർണർസ്റ്റോൺ in theory of integrable systems. They help to visualize the phase space as a collection of invariants. The breakdown of linear theory under perturbation, അതിൻ്റെ തിയറത്തിൻ്റെ പേര് കാം തിയറം എന്ന് പറയും, is a key concept in understanding
the transition from regular to chaotic motion. Chaos നമുക്ക് പഠിക്കാനുള്ളതാണ്. Adiabatic invariance. Their property as adiabatic invariance has applications in plasma physics and other areas where system parameters change slowly. ഇനി നമ്മൾ ഈ ആക്ഷൻ ആംഗിൾ വേരിയബിൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ അപ്ലൈ ചെയ്താൽ അത് നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. ഫോർ വൺ ടൈപ്പ് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ വിത്ത് ഹാമിൽട്ടൺ H is equal to p²/2m plus half m omega q square. അതായത് നമ്മൾ k²/2 എന്ന് പറയത്തില്ലേ, k²/2 പൊട്ടൻഷ്യൽ എനർജി. ഇപ്പോൾ ഹാഫ് k², ഇപ്പോൾ ഈ k എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ആണ്, q² is c. മൊമെൻറ്റം കിട്ടുന്നത് എന്താണ്? മൊമെൻറ്റം, അതിൽ നിന്ന് നമ്മൾ മൊമെൻറ്റം കണ്ടുപിടിച്ചാൽ ട്രാൻസ്പോസ് ചെയ്തിട്ട് മൊമെൻറ്റം p² കണ്ടിട്ട് p കണ്ടാൽ √2m/m² omega² q² എന്ന് കിട്ടും. അതിൽ നിന്ന് ഞാൻ മുകളിലത്തെ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്താൽ മതി. ഹാഫ് m omega² q² അപ്പുറത്ത് കൊണ്ടുപോവുക, അപ്പോൾ നമുക്ക് p²/2 കിട്ടും. പിന്നെ 2 കൊണ്ട് വിളിച്ചിട്ട് റൂട്ട് എടുത്താൽ മതി. Multiply by 2 and take the root. Action variable j is 1/2 pi closed integral p dq, that is 1/2 pi. ആ ഇൻ്റഗ്രൽ ആ പിയുടെ വാല്യൂ, മുകളിലത്തെ വാല്യൂ കൊടുക്കുക, പിയുടെ റൂട്ട് ഓഫ് അത് കൊടുക്കുക, dq. This integral represents the area of an ellipse in phase space. The integral evaluates j is equal to e by omega. ഇനി ഹാമിൽട്ടൺ ഇൻ ടേംസ് ഓഫ് ജയിൽ ഹാമിൽട്ടണിൽ പറഞ്ഞാൽ E is equal to kj is omega j. Frequency theta dot is omega dou k by dou j, that is dou by dou j of omega j. അത് ഒമേഗ എന്ന് കിട്ടും. This confirms the angular frequency of the oscillator as is indeed omega. Angle variable. It requires setting up the generating function, which is more involved for the example, but results in theta is omega t plus delta. Delta is a phase, initial phase. In summary, action angle variables provide fundamental framework for simplifying and understand the dynamics of integrable systems, revealing their inherent periodic nature and underlying frequencies. In summary, action angle variables provide fundamental framework for simplifying and understanding the dynamics of integrable systems. അപ്പോൾ ഇൻ്റഗ്രൽ സിസ്റ്റത്തിൻ്റെ ഡൈനാമിക്സ് പഠിക്കാനായിട്ട് ആക്ഷൻ ആംഗിൾ വേരിയബിൾ വളരെ നിർണായകമാണ്. They reveal the inherent periodic nature and underlying frequencies. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രോബ്ലത്തിൽ വരുന്ന ഫ്രീക്വൻസിയും ആ ഇൻഹറൻറ്റ് ബിഹേവിയറും പഠിക്കാനായിട്ട് ഈ ആക്ഷൻ ആംഗിൾ വേരിയബിൾ പ്രയോജനപ്പെടും. ആക്ഷൻ ആംഗിൾ വേരിയബിൾ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതിനകത്തുള്ള പ്രോബിൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാം. എസ്സായിട്ട് വേണമെങ്കിൽ എസ്സായിട്ട് ചോദിക്കണമെന്നില്ല, ഷോർട്ട് ആൻസർ ചോദിക്കുന്നത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്: വാട്ട് ഈസ് ദി ആക്ഷൻ ആംഗിൾ വേരിയബിൾസ്? ഡിഫൈൻ ദം. ക്വസ്റ്റ്യൻ നമ്പർ 2: വാട്ട് ഈസ് ദി ന്യൂ ഹാമിൽട്ടോണിയൻ ആഫ്റ്റർ കാനോനിക്കൽ ട്രാൻസ്ഫോർമേഷൻ to action angle variables? Give the procedure to find action angle variables. Number 4, mention the applications and significance of action angle variables. Number 5, write down the action and angle variables of a harmonic oscillator. That is all with your class number 27. We pass on to next class. Thank you.